പക്ഷേ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെന്നിത്തല മറ്റൊരു പദവിയിൽ മന്ത്രിസ്ഥാനത്തേക്ക് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു അഭംഗി അതിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. എന്നാലും രണ്ടുപേരും തുല്യ നല്ല യോഗ്യന്മാരാണ്. നേരെ മറിച്ച് ഇവർ രണ്ടുപേരും ഇവിടെ യോഗ്യന്മാരായിട്ട് നിൽക്കുമ്പോൾ അതെ, അതാണ് അതിൻ്റെ അകത്തൊരു വലിയ വിരോധാഭാസം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് യൊഗ്യന്മാർ ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ ഒരു വിധത്തിൽ യോഗ്യൻ, മറ്റൊരാൾ മറ്റൊരു വിധത്തിൽ യോഗ്യൻ. രണ്ടുപേരും തുല്യ നല്ല യോഗ്യന്മാരായിട്ട് നിൽക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ ഇല്ലാത്ത ഒരാൾ, ദൈനംദിനമായിട്ട് ഇവിടെ പ്രവൃത്തിയിൽ ഇല്ലാത്ത ആൾ, അതേ കേന്ദ്രത്തിലിരുന്നിട്ട് സാമ്രാജ്യത്വത്തെ ഫാസിസത്തെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇത്ര നാൾ ബുദ്ധി ഉപദേശിച്ച് നിർത്തുകയാണ്, ഞാനിനി കുറച്ചാൾ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളെ ഭരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വരുന്നതിൽ വലിയൊരു അസ്വാഭാവികതയുണ്ട്. മാത്രവുമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾ ആരും മത്സരിക്കരുതുകൊണ്ടാണല്ലോ ഈ അടൂർ പ്രകാശിൻ്റെ സീറ്റ് നിഷേധിച്ചത്. അതെ, അത് പറഞ്ഞാണല്ലോ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തിയത്. അത് പറഞ്ഞാണല്ലോ MK രാഘവനെ മാറ്റി നിർത്തിയത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ബെന്നി ബെഹനാനും ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കാൻ തയ്യാറായിരുന്നു. ഷാഫി പറമ്പിൽ വരെ തയ്യാറായിരുന്നു, D കുര്യാക്കോസ് തയ്യാറായിരുന്നു. അവരൊക്കെ മാറ്റി നിർത്തിയത് ഇവർ പാർലമെൻറ്റ് അംഗങ്ങളാണെന്നുണ്ട്. അപ്പോൾ ഇത്തരം പാർലമെൻറ്റ് അംഗങ്ങളെ മാറ്റി നിർത്തിയിട്ട് പാർലമെൻറ്റ് അംഗമായ ഞാൻ ഇനി ഇവിടെ നിലവിലുള്ളൊരു MLA രാജിവെപ്പിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാം. അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഒന്ന് ഈ നേരത്തെ ഉണ്ടായിരുന്ന MLAയുടെ ഇരിക്കൂർ സീറ്റിലും, പിന്നെ ഇദ്ദേഹം പ്രതികരിക്കുന്ന ആലപ്പുഴ സീറ്റിലുമായിരിക്കും. അപ്പോൾ ഇത് ഒരു വലിയ ഒരു അഭംഗിയല്ലേ എന്നുള്ള ചോദ്യമാണ്. അതെ, ഇപ്പോൾ കരുണാകരൻ രാജകേസിൽപ്പെട്ട് രാജിവെച്ചപ്പോൾ ആന്റണി വന്ന് നമുക്ക് മനസ്സിലാക്കാം, വേറെ മാർഗമില്ല. അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് നായനാർ മുഖ്യമന്ത്രി വന്നപ്പോൾ തലശ്ശേരിയിൽ മമ്മു മാസ്റ്ററെ രാജിവെപ്പിച്ചിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു പറഞ്ഞിട്ടു. അതും നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിൽ സംഭവിച്ചതാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇതിവിടെ രണ്ട് യോഗ്യന്മാർ നിൽക്കുമ്പോൾ മൂന്നാമതൊരു യോഗ്യൻ ക്രാഷ് ലാൻഡ് ചെയ്യാണ്. അത് വളരെ മോശപ്പെട്ടൊരു പ്രവണത ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.